ഒരു കാരണം ഒരു 3 ദിവസം മുന്നേ പിന്നെ മോനെൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വൈഫിനോടുകൂടി ആ വിഷയം പറഞ്ഞിട്ടില്ല. കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ കുറേ ഉമ്മ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അവൻ്റെ കണ്ണുക്ക് നോക്കി, അവൻ്റെ തല കണ്ടെടുത്തിട്ട് കണ്ണുക്ക് നോക്കി. അപ്പോൾ ഓനിങ്ങനെ മുഖത്ത് നോക്കി ചിരിക്കുക, വേറെ ഒന്നും പറയണില്ല. ആ ചിരിയിലുണ്ടായിരുന്നു എല്ലാം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീട്ടിലെത്താറില്ല എന്നുള്ളതാണ് സത്യം. കോളേജിലെ തിരക്കുകൾ കാരണം കൊണ്ട് വളരെ വൈകി എത്തും. അപ്പോഴേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടാവും. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് എത്തിയതും വൈകിയിട്ടാണ്. നമ്മുടെ പ്രസൻസ് അത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാനത് പറയാൻ കാരണം ഇവിടെ എത്തിയ ഈ പേരൻസ് അത്രയും പടച്ചോൻ്റെ അനുഗ്രഹം കിട്ടിയ ആളുകളാണ്. നമ്മുടെ മക്കളെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ പറ്റി. പക്ഷെ അതോടൊപ്പം അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റി. ഞാനിത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൊരു കാരണം, ഒരിക്കൽ പിന്നെ ഇതേപോലെ ഒരു പേരൻസിൻ്റെ മുന്നിൽ ഒരു പ്രാസംഗികൻ, ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ് അദ്ദേഹം വളരെ വിനയത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരു പാരൻ്റ് ചോദിച്ചു, കൈ ഉയർത്തി ചോദിച്ചു, സർ, എൻ്റെ മകന് 3 വയസ്സായി. ആ മകൻ ഭയങ്കര ഹൈപ്പറാണ്. ഞാൻ മാതാവും പിതാവും ഞങ്ങൾ രണ്ടാളും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പിന്നെ ഒന്നും സംസാരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ സെഷൻ ആയിരുന്നു. വീണ്ടും അവർ ചോദിച്ചു, സർ പറഞ്ഞത് ക്ലിയർ ആകാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അല്ല, എല്ലാം മാം മനസ്സിലായി എന്ന് പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ പിന്നെ എവിടെയാണ് താമസിച്ചിരുന്നത്? അപ്പോൾ ഞങ്ങളിവിടെ ആ ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഗ്രാമമാണ്. ഞാൻ ചോദിച്ചത് അതല്ല, ഈ മകനെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങളെവിടെ താമസിച്ചേ? അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഹസ്ബൻഡിൻ്റെ തിരക്ക് കാരണം ടൗണിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഭയങ്കര ഹറിബറിയുള്ള ഒരു പിന്നെ ഏരിയയാണ്. എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ്റെ മുന്നിൽ ജീവിച്ച് കാണിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനില്ല. ഒന്ന്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, അവൻ ഏത് വഴിയിലാണോ അവൻ്റെ തോണി തുഴഞ്ഞു പോകുന്നത് അതിനൊപ്പം എത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് അവൻക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ഞാനത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യത്തിലേക്ക് വരാം. ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളൊരു കാരണം, നമ്മളുടെ കുട്ടികളുടെ ചിന്താഗതി, ഇപ്പം നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? നമ്മുടെ ഇൻ്റലക്ച്വൽ ലെവൽ, നമ്മുടെ ഈ ബുദ്ധിയുടെ ലെവൽ എന്ന് പറയുന്നത് പിന്നെ 30 ആണെങ്കിൽ നമ്മളുടെ മക്കൾ അതിൻ്റെ നേരെ ഇരട്ടി 70 ആണ്. കയ്യിലുള്ള ഫോണ് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കേണ്ട, അതിൻ്റെ ഓരോ സാധനങ്ങളും അവർ തുറന്ന് ആവശ്യമുള്ളത് ഓപ്പൺ ചെയ്യും. നമ്മൾക്കത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ മെമ്മറി എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ടെക്നോളജിയുടെ ചിപ്പും കൂടി ബിൽറ്റ് ചെയ്തിട്ടാണ്, ഇൻബിൽറ്റ് ആയിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതാണ് തമ്മിലുള്ള മാറ്റം. നമ്മളുടേത് അഡീഷണൽ ആഡ് ചെയ്തതാ. പടച്ചോ നമുക്ക് തന്ന ഈ അവയവങ്ങളുടെ കൂടെ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യാണ്, ടെക്നോളജി എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യാണ്. പക്ഷേ ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ ബുദ്ധിയിലും ഇത് പടച്ചോൻ ഫിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ വളരെ അനുഗ്രഹീതരാന്നാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ കേട്ടിട്ടുണ്ട് ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ, ഇനി ഗാമ. 2026 ശേഷം എൻ്റെ കുഞ്ഞ് പിറന്നാൽ മതി എന്ന് ആഗ്രഹിച്ച മാതാപിതാക്കളൊക്കെ ഉണ്ട്. കാരണം അത് ജനറേഷൻ പറയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ലെവൽ എത്രയാണെന്നുള്ളത്. നമ്മൾ ചിന്തിക്കുന്ന അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറം. നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പിന്നെ കുറേ ഞാൻ ആലോചിച്ചൊരു വിഷയമാണ്, അബി നിങ്ങൾ ഗെയിം കളിക്കല്ലേ? ഞങ്ങൾ കോഴിക്കോട്ടേക്ക് കാറിൽ യാത്ര പോവാണ്. അപ്പോൾ കുറച്ച് സ്പീഡിലാണ് ഞാൻ പോണേ. 1-2 വണ്ടികളെ ഞാൻ വെട്ടിച്ച് കയറി. അപ്പം മകൻ്റെ അടുത്തുനിന്ന് വന്ന മറുപടിയാണ്, അബി നിങ്ങൾ ഗെയിം കളിക്കാൻ നിൽക്കല്ലിട്ടോ എന്ന്.
ഓൻ വീഡിയോ ഗെയിം ഇതാണ് പരിപാടി, അവനക്കറിയാം, വെട്ടിച്ച് കയറണേ. ഇത് അവൻ എന്നോട് അതല്ലാതെ നിങ്ങൾ സ്പീഡ് കുറയ്ക്കുക എന്നല്ല പറഞ്ഞത്, അവൻ ചിന്തിച്ചത് ഉടനെ അങ്ങോട്ടാ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്താണോ ആലോചിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് അവർ. നമുക്ക് പിന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഞാനിത് 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലൊരു സൈക്കോളജിസ്റ്റ് ഇതുപോലെ ഓഡിയൻസിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 6 വയസ്സിൻ വരെയുള്ള മക്കളെ എനിക്ക് തരി, എനിക്ക് തരി മക്കളെ, ഞാൻ നിങ്ങളേതാണോ ആഗ്രഹിച്ചത് അതുപോലെ മക്കളാക്കി തരാം, ഒരു 2 വർഷം സമയം തരണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ സിംഹത്തെ പോലെ കാട്ടിലെ രാജാവായി വാഴുന്ന തരത്തിലേക്കുള്ള ബിഹേവിയർ ആകണോ എങ്കിൽ നിങ്ങൾ അവൻ്റെ കഴുത്തിൽ ലയൺ അല്ലെങ്കിൽ സിംഹം എന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുതിക്കുന്ന അവൻ ഒരു അത്ലറ്റായിട്ട് മാറണോ എങ്കിൽ നിങ്ങൾ ചിറ്റപ്പുലിയുടെ പേര് നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ മുയലിൻ്റെ പേര് എഴുതി വെച്ചോളൂ. നിങ്ങളുടെ കുഞ്ഞ് ഒരു നാണം കുണിങ്ങിയായിട്ട് വാലൊക്കെ ആട്ടി ഇങ്ങനെ നടക്കണോ എങ്കിൽ നിങ്ങൾ ഡിയറിൻ്റെ, മാനിൻ്റെ പേര് നിങ്ങൾ കഴുത്തിൽ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ എനിക്ക് 2 വർഷം സമയം തരി, 6 വയസ്സിൻ്റെ ഉള്ളിലാവണം എന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് വിത്തിൻ 2 years, ആ 2 വർഷത്തിനുള്ളിൽ ഞാൻ റെഡിയാണ്, ആ ലെവലിലേക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബിഹേവിയർ പൂർണ്ണമായിട്ടും മാറ്റാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. ഞാനത് നിങ്ങളോട് പറയാൻ ഉള്ള ഒരു കാരണം, നമ്മൾ ഇവിടെ പഠിക്കുന്ന മക്കൾ 3 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള മക്കളാണ്, 6 വയസ്സിൻ്റെ ഇടയിൽ. അത് ഏത് തരത്തിലാണ് മാറേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സ് അല്ല, സൊസൈറ്റി അല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരാരാണെന്ന് അറിയോ? ഇവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. ആര്? നമ്മുടെ മക്കൾ. നമ്മൾ അവരുടെ ഗുരുനാഥന്മാരല്ല, അവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. നമ്മൾ സാധാരണ ഒരു 2 വയസ്സുള്ള അല്ലെങ്കിൽ 1 വയസ്സ് 1.5 വയസ്സുള്ള നടക്കാൻ തുടങ്ങിയ ഒരു കുഞ്ഞിനെ പതുക്കെ നടത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈ നിങ്ങൾ പിടിക്കാൻ ശ്രമിച്ചാൽ ആ കുഞ്ഞ് കൈ തടഞ്ഞിട്ട് നിങ്ങളുടെ വിരൽ പിടിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കുടഞ്ഞിട്ട് നിങ്ങളുടെ വിരൽ പിടിക്കാൻ ശ്രമിക്കും. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യേണ്ട, ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻക്ക് 3 മുഖങ്ങളുണ്ട്. ഒന്ന് ബയോളജിക്കൽ ഫേസാണ്, ഒന്ന് ഇൻ്റലക്ച്വൽ ഫേസാണ്, മൂന്നാമത്തത് ഫിസിക്കൽ ഫേസുമാണ്. ഇത് 3ഉം നമ്മളുടെ കുഞ്ഞിൽ നമ്മൾക്ക് കാണാൻ പറ്റിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് മക്കളെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും അവരെ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ അവരടിച്ചാൽ അല്ലെങ്കിൽ അവരോട് മുഖം തിരിച്ച് കളഞ്ഞാൽ അത് മാറും. ഒരിക്കലും അത് ആരും പ്രതീക്ഷിക്കണ്ട. ഞാനത് പറയാനുള്ളൊരു കാരണം, ഏകദേശം ഒരു 250ഓളം പേരൻസുള്ള ഒരു സദസ്സിൽ നിന്ന് ഒരു മകൻ ഓടി വന്നിട്ട്, ചെറിയ മകനാണ്, ഏകദേശം ഒരു 5 വയസ്സുണ്ടാവും, ഓടി വന്ന് കൈ കുത്തി ഒറ്റ മറച്ചിൽ സ്റ്റേജിൽ ഗസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് നടത്തിയ സംഘാടകർ എത്രത്തോളം മാനം കെട്ടിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ അവിടെ ഇരുന്നിരുന്ന് ഞങ്ങളുടെ കൂടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നൊരു സാറുണ്ടായിരുന്നു. സാറ് നല്ല എണീറ്റിട്ട് നമ്മളോടൊക്കെ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ആ ചെയറൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. എന്നിട്ട് അവനെ വിളിച്ചു, അവൻ എന്തൊക്കെ പഠിച്ചത് അത് മുഴുവനും ആ സ്റ്റേജിൽ നിന്ന് കാണിക്കാൻ പറഞ്ഞു. അവൻ ഭംഗിയായിട്ട് പലതരത്തിലുള്ള റോളിങ്ങും, തല കുത്തിയിട്ടും കുത്താതെയും കൈ കുത്തിയിട്ടും കുത്താതെയും ഒക്കെ. വയസ്സ് എത്രയെന്നറിയോ? 5 വയസ്സ്. അവൻ അടിപൊളിയായിട്ട് അത് പെർഫോം ചെയ്തു. എല്ലാവരും സദസ്സ് മൊത്തം ക്ലാപ്പ് ചെയ്തു. പ്രോഗ്രാം വളരെ ഭംഗിയാവാണ് പുറത്തേക്ക് പോയി. പിന്നെ അതിൻ്റെ ശേഷം ഇനാഗുറേഷൻ ഫംഗ്ഷൻ നടന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതായത് അവനിൽ നിന്ന് എന്താണോ നെഗറ്റീവായിട്ട് കണ്ടത് അത് ഈ ഒരു മനുഷ്യൻ എന്തിലേക്കാക്കി മാറ്റി? ആ സദസ്സിനെ മൊത്തം പോസിറ്റീവാക്കി മാറ്റി. അതായത് നമ്മൾ മക്കൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും 10% താഴെ മാത്രമേ നെഗറ്റീവ് കാണൂ. പക്ഷെ നമ്മൾ അത് മാത്രമേ കാണൂ എന്നുള്ളതാണ്. ബാക്കി 90% പോസിറ്റീവായിരിക്കും. ഇത് കാരണം നമുക്കത് തടയപ്പെടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറ്റുമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറിയുടെ കപ്പാസിറ്റി, ഞാനത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞു. നമ്മുടെ ഈ കപ്പാസിറ്റി ഉണ്ടല്ലോ, മൈൻഡിൻ്റെ കപ്പാസിറ്റി, മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻക്ക് മൈൻഡിനെ പ്രധാനമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. മൂന്നാമത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ വ്യക്തിയുടെ ഏറ്റവും കോൺഷ്യസ് മൈൻഡും അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും പിന്നെ അൺകോൺഷ്യസ് മൈൻഡാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല.
കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണുന്നത് കോൺഷ്യസ് മൈൻഡോട് കൂടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒരു പെൺകുട്ടിയാണ്, ബസ് യാത്ര ചെയ്യുന്നു, കോളേജിലേക്ക് പോകുന്നു. ബസ്സിൽ നിന്ന് ഒരുപാട് മുഖങ്ങളെ കാണുന്നു. ഒരു മാസം കഴിഞ്ഞ് ആ ഫസ്റ്റ് ദിവസം പോയിരുന്ന ബസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. സ്ഥിരമായിട്ടൊരു ബസ് പോവുകയാണെങ്കിൽ ആ ഡ്രൈവർ എനിക്ക് ഓർമ്മ ഉണ്ടാവും. അതിന് പകരം ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിൽ മുറിവുണ്ട്, എൻ്റെ വിരലിൽ നല്ല തിരക്കുണ്ട്, ഒരാൾ അതിന്മേൽ കയറി നിന്ന് ചവിട്ടുന്നുണ്ട് എങ്കിൽ എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ ശബ്ദം ഉണ്ടാക്കും, കാല് വലിക്കും, സ്വാഭാവികമായിട്ട് ആ വ്യക്തിയുടെ മുഖം മൈൻഡിലുണ്ടാവും, നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. അതല്ല, വേറൊരു ഉദാഹരണം പറയാം. ആ ബസ്സിൽ തന്നെ എന്നെ ഒരാൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു, ഞാനൊരു ഗേളാണ്, എൻ്റെ അടുത്തേക്ക് എന്നെ ശല്യം ചെയ്യാൻ വരുന്നുണ്ട് എങ്കിൽ അതെനിക്ക് അങ്ങേയറ്റം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനം, അതും എൻ്റെ മനസ്സിലുണ്ടാവും. ആദ്യ സമയത്ത് നമ്മൾ ഒരുപാട് മുഖങ്ങൾ കണ്ടെങ്കിലും അതൊന്നും നമ്മുടെ മനസ്സിലൊരു മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും ഒരു മാസം കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലുണ്ടാവും. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തത് ആ ഫീൽ ചെയ്ത വസ്തു നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ഒരു 10 കൊല്ലം മുന്നേ, ഒരു 5 കൊല്ലം മുന്നേ, അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ ഒരുപാട് ഗാർഡനിൽ സഞ്ചരിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പൂക്കൾ കണ്ടിട്ടുണ്ടാവാം. ആ പൂക്കളൊക്കെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ സെൽഫി എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കാർക്കും അത് ഓർമ്മയില്ല, കാരണം നിങ്ങളത് കോൺഷ്യസ് മൈൻഡിനോടാണ് കണ്ടത്. എന്നാൽ ആ പോകുന്ന സംഭവത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളപ്പെടുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഇതാണ് നമ്മുടെ മൈൻഡ് എങ്കിൽ ഇതിൻ്റെ ഇവിടെ വെറും 10% മാത്രമേ കോൺഷ്യസ് മൈൻഡുള്ളൂ. ബാക്കി 90% സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇതിൻ്റെ ആഴം കൂടി പറഞ്ഞുതരാം, അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികളുടെ ലെവൽ എത്രയാണെന്നുള്ളത്. നിങ്ങൾ ഈ ലോകത്ത് കാണുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ആദ്യം എത്തുന്നത് കോൺഷ്യസ് മൈൻഡിലേക്കാണ്, ഈ 10%. ബാക്കിയുള്ള ഈ 90%ലേക്ക് നിങ്ങൾ എപ്പോഴാണോ അത് അമർത്തി താഴ്ത്തി കൊടുക്കുന്നത്, നേരത്തെ നമുക്ക് ഫീൽ ചെയ്ത മാതിരി എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ മാത്രം. അതിൻ്റെ ലെവൽ എത്രയാണ്? ഏകദേശം 100 വർഷം. നമ്മുടെ ഇവിടെ ഇത് ക്യാമറ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്യാമറ 100 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എത്ര സ്റ്റോറേജ് വേണോ? MB-യോ GB-യോ TB-യോ അതിനപ്പുറത്തേക്ക് വേണം. അതിനേക്കാൾ കപ്പാസിറ്റിയുള്ള സാധനമാണ് ഒരു കുഞ്ഞു മനുഷ്യൻ്റെ ഈ ചെറിയ മനസ്സെന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അവരെ ചീത്ത പറയുന്നത്, അവരുടെ മുന്നിൽ അവർ കാണാതെ ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് ഫീൽ ചെയ്താൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. അതൊരു കാലത്ത് തിരിച്ചു വരും. അതിൻ്റെ അവിടുത്തെ സപ്പോർട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം 8 മുതൽ 12 വർഷമാണ്. അത് കഴിഞ്ഞാൽ അത് പതുക്കെ തിരിച്ചെടുക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളുടെ മക്കൾക്ക് 6 വയസ്സാണെങ്കിൽ 12 വർഷം കഴിഞ്ഞാൽ കറക്റ്റ് 18 വയസ്സാണ്. ആ സമയത്ത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ആ സമയത്ത് നമ്മുടെ വയസ്സും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്താണോ വിത്തിടുന്നത് അതേ നമുക്ക് തിരിച്ച് കൊയ്യാൻ കഴിയുള്ളൂ. ഈ മക്കളിൽ നമ്മളിടേണ്ട വിത്ത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ആ മണ്ണിനെ ഒന്ന് കൊത്തിക്കളച്ച് ശരിയാക്കിയിട്ട് അതിൽ അല്പം പൊട്ടാഷ്യം, അല്പം യൂറിയയും, അല്പം അത്തരത്തിലുള്ള വളങ്ങളും ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് സ്പ്രിംഗ്ലർ വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയെടുത്താൽ അവരുടെ ടീനേജ് പ്രായത്തിൽ ഏറ്റവും നല്ല ഫലവൃക്ഷമായിട്ട് അവർ മാറിയിട്ടുണ്ടാവും. അല്ല എങ്കിൽ ഇതൊക്കെ നാളെ നമുക്കുള്ള ഒരു ബൂമറാങ് ആയിട്ട് മാറുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ അവരുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തും കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാവണം. എങ്കിൽ മാത്രമേ അത് തിരിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ. അവർ ഈ ലെവലിലേക്ക് ചിന്തിക്കുമ്പോഴേക്ക് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ നമ്മൾ വൃദ്ധന്മാരായിട്ടുണ്ടാവും. നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളുടെ തലയിണയുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഉപ്പ അവസ്ഥ എന്ന് ചോദിക്കണമെങ്കിൽ അതിന് പകരം ഒരു നഴ്സിനെ സാലറിക്ക് വെക്കണമെങ്കിൽ ഇത് രണ്ടും നമ്മളുടെ തീരുമാനം കേട്ടോ, അവരുടെ തീരുമാനമല്ല. ഞാൻ വീണ്ടും പറയുന്നു, അവർ ജീവിക്കുന്ന ടെക്നോളജിയുടെ കാലത്താണ്. ഒരു പിതാവിന് എന്താണ് പറയേണ്ടത്, പിതാവിനോട് എന്താ പറയേണ്ടത്, ഒരു മാതാവിനോട് എന്താ പറയുന്നത്, ജസ്റ്റ് ഒരു AI ജെമിനിയിൽ അടിച്ചു കൊടുത്താൽ മതി, സുഖമായിട്ട് റിപ്ലൈ കിട്ടും. ആരുടെയും സപ്പോർട്ട് വേണ്ട. ഞാനൊരു അധ്യാപകനും കൂടിയാണ്.
നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് പാരാപ്ലീജിയ സംഗമത്തിൽ നിന്നാണ്. 150 കുട്ടികൾക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവിൻ്റെ എല്ലാ ഘട്ടങ്ങളും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം 35 അരക്ക് താഴെ തളർന്ന, അതായത് ജീവിതത്തിൽ ഇനി എണീറ്റ് നടക്കാൻ കഴിയാത്ത, നമുക്കൊന്നും ആ ബുദ്ധിമുട്ടില്ല, പടച്ചോൻ നമുക്ക് നടക്കാനുള്ള ശേഷി തന്നു. അതൊരു ഗിഫ്റ്റാണ്. എനിക്കെടുക്കാനുള്ള ശേഷി, ഈ മൈക്ക് പിടിക്കാനുള്ള ശേഷി തന്നു, അതൊരു ഗിഫ്റ്റാണ് പടച്ചോൻ തന്നെ. ആ ഗിഫ്റ്റ് ഈ മനുഷ്യന്മാരിൽ നിന്ന് പടച്ചോൻ തിരിച്ചെടുത്തു. ഇപ്പം അവർക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ 2 കാലിൽ നടക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ആളുകളെ 2 ദിവസം കൊണ്ടൊന്ന് പാർപ്പിച്ചു. ഇവരുടെ ആ ദിവസം, ഈ 2 ദിവസവും ഈ മനുഷ്യന്മാരുടെ വീട്ടുകാർക്ക് റെസ്റ്റ് എടുക്കാം പൂർണ്ണമായിട്ട്. ആരും അങ്ങോട്ട് വരണം എന്നില്ല, വരുന്നവർക്ക് വരാം, ഇല്ലെങ്കിൽ അത് വരണ്ട. ഇവരുടെ A to Z വരെ, രാവിലെ പല്ല് തേക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്ത് വൈകുന്നേരം ആവുന്നത് വരെ ആണുങ്ങളായിട്ടുള്ള വളണ്ടിയർ മക്കളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളായിട്ടുള്ള വളണ്ടിയർ മക്കളെയും തയ്യാറാക്കി നടത്തുന്ന ഒരു പ്രോഗ്രാം. അവിടുന്ന് പെട്ടെന്ന് വന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കലാലയ ജീവിതത്തിൽ അവർക്ക് നമുക്ക് അതേ ഫീൽ ചെയ്യുന്ന തരത്തിൽ കൊടുക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോടും പറയുന്നത് അതിനൊരു ടീച്ചർ ആവണം എന്നില്ല. നമ്മുടെ മുറ്റത്തുണ്ടല്ലോ, നമ്മുടെ നടുമുറ്റം, അല്ലെങ്കിൽ നമ്മുടെ മുറ്റം, നമ്മുടെ അകത്തളം, നമ്മുടെ ഡൈനിങ് ഹാള്, നമ്മുടെ സിറ്റ് ഔട്ട്, അത് തന്നെയാണ് കലാലയം. അവരിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള ശ്രമം നടത്തുക എങ്കിൽ നമ്മൾക്ക് അവരുടെ കൂടെ ഓടാൻ കഴിയും. അവരുടെ സമയങ്ങൾ, നമ്മുടെ ഈ പ്രൈം ടൈം മൂവീസൊക്കെ അല്ലേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രൈം ടൈം മൂവീസ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ പ്രൈം ടൈം എന്നാണ്. ഈ പ്രൈം ടൈമിൻ്റെ മീനിങ് എന്താ? ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മളുടെ സമയം എന്നുള്ള, ഈ നമ്മളുടെ സമയം മറ്റുള്ളവർ കവർന്നെടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ആ സമയമെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ നിർബന്ധമായിട്ട് മാസത്തിൽ 2 തവണയെങ്കിലും അവരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയാൽ, വേണ്ട രൂപത്തിൽ അവരുടെ കൂടെ ഒന്ന് കുത്തിമറിയാൻ പറ്റിയാൽ, ഒന്നെങ്കിൽ ബീച്ചിലേക്കോ അല്ലെങ്കിൽ നാട്ടിലെ നമ്മുടെ ചാലിയാറിൻ്റെ തീരത്തേക്കോ എവിടെയെങ്കിലും വെറുതെ പോയിരിക്കുക, അവരുടെ കൂടെ ഒന്ന് കുത്തിമറിയുക. അങ്ങനെ നിങ്ങളാണ് എങ്കിൽ നമ്മൾ സൈഡാവുന്ന സമയത്ത് അവർ നമ്മളെയും കൊണ്ട് ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങും. ഒന്നതാണ്. രണ്ടാമത്തതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പറ്റുമെങ്കിൽ രോഗി സന്ദർശനം. വീണ്ടും പറയുന്നു, നിങ്ങൾ നമ്മുടെ മക്കളെ കൈപിടിച്ചിട്ടാവണം അയലക്കത്തെ കിടപ്പിലായ താത്താൻ്റെ അടുത്തോ അല്ലെങ്കിൽ കിടപ്പിലായ കാക്കാൻ്റെ അടുത്തോ പോകേണ്ടത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിർബന്ധമായിട്ട് ഈ മക്കളുടെ കൈ പിടിച്ചിട്ട് വേണം പോകാൻ. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മുന്നിൽ നിന്ന് വേണം ചെയ്തു കൊടുക്കാൻ. ആ തരത്തിലേക്ക് അവരെ ഫീൽ ചെയ്യട്ടെ. ഫീലിംഗ് ആണ് ഒരു മനുഷ്യൻ എത്ര AI വന്നാലും അതിനൊക്കെ കവച്ചു വെക്കാൻ ഈ ഭൂമിയിൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതിനാണ് എന്താ പറയുക, ഇമോഷൻ, ഫീലിംഗ് എന്ന് പറയുന്ന സാധനം. അത് വളർത്തിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ബാക്കി നമ്മൾ ജീവിതത്തിൽ അവരെ പഠിപ്പിക്കുക, നമ്മൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ആ തരത്തിലേക്ക് അവരെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 years, 2 വർഷത്തിൻ്റെ ഉള്ളിൽ അവർ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടാവും. പിന്നെ നമ്മൾ അവർക്ക് ട്രാക്ക് വരച്ചു കൊടുക്കണ്ട, അവർ ഓൾറെഡി ട്രാക്കിലായി കഴിഞ്ഞു. ആ ട്രാക്കിൽ എത്താതിരുന്നാൽ സ്വാഭാവികമായിട്ട് അവർ വഴിതെറ്റി ലോകത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. കാരണം കാലം ചലിക്കുന്നത്. ഖലീൽ ജിബ്രാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെപ്പോലെ ആവാനുള്ള ശ്രമം നടത്തണം. ഒരിക്കലും നിങ്ങൾ വിചാരിച്ച തരത്തിലേക്ക് നിങ്ങളെ മക്കളെ കൊണ്ടുവരാൻ കാറില്ല, ഒരിക്കലും ശ്രമിക്കരുത്. കാരണം നിങ്ങൾ ജനിച്ചത് 90കളിലാണ് അല്ലെങ്കിൽ 2005 മുന്നെയാണ്. പല മാതാപിതാക്കളുണ്ടാവും, പക്ഷേ അവർ ജനിച്ചത് ഈ കാലഘട്ടത്തിലാണ്. കാലം ചലിക്കുന്നത് മുന്നോട്ടാണ്, ബാക്കോട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഏതായിരുന്നാലും നല്ലൊരു സ്ഥലത്താണ് നമ്മുടെ മക്കളുള്ളത്. അത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ. അവരുടെ മുന്നിൽ നമ്മളെല്ലാവരും, ഞാനടക്കമുള്ളവർ, റോൾ മോഡൽ ആവാൻ ശ്രമിക്കണം. അത് കഴിയട്ടെ. അതിന് പടച്ചോൻ അനുഗ്രഹം തരട്ടെ. ഈ ഒരു കൂടിയിരിക്കൽ പോലും പടച്ചോൻ്റെ സന്നിധിയിൽ ഒരു പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമായി മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.